ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ, നമ്മൾ വാഹനത്തിലോട്ട് സാധാരണ എല്ലാ ദിവസവും ചെല്ലുന്ന പോലെ ചെല്ലുന്നുണ്ട്, വാഹനം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ വാഹനത്തിൽ കയറി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പം വാഹനം സ്റ്റാർട്ട് ആകുന്നില്ല, എന്ത് ചെയ്യും? അതായത് വാഹനത്തിൽ കയറി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്ന സമയത്ത് വാഹനം സ്റ്റാർട്ട് ആകുന്നില്ല. ജസ്റ്റ് താക്കോൽ തിരിച്ച് നോക്കി, താക്കോൽ തിരിച്ചിട്ട് ഒരു റെസ്പോൺസും വാഹനത്തിൻ്റെ സൈഡിൽ നിന്ന് വരുന്നില്ല. അതായത് താക്കോൽ വെറുതെ തിരിക്കുന്നല്ലാതെ എൻജിൻ കറങ്ങുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും? വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് കാര്യം, നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ബാറ്ററി കൊണ്ട് തന്നെയാണ്. അതായത് ബാറ്ററി സിസ്റ്റം നമുക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഏകദേശം നമ്മുടെ ഹുഡൊന്ന് തുറന്നു, അതിനുശേഷം ബോണറ്റ് തുറക്കും. അതായത് നമ്മുടെ ഹുഡ് തുറന്നതിന് ശേഷം ബാറ്ററി ടെർമിനൽസ് വല്ലതും ലൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ഈ റെഡും ഈ ബ്ലാക്കും ഏതെങ്കിലും കൈ കൊണ്ടൊന്ന് പിടിച്ച് നോക്കുമ്പോൾ ലൂസ് കാണിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ എന്തെങ്കിലും ലൂസോ വല്ലതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ മനസ്സിലാക്കാം നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ലൂസായിട്ടിരിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ലൂസായിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ വാഹനം സ്റ്റാർട്ട് ആകാതെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ലൂസായിട്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ടൈറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സ്പാനേഴ്സോ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് വാഹനത്തിനകത്ത് കയറി ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. അന്നേരം സ്റ്റാർട്ട് ആകുന്നില്ലെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലായി, ബാറ്ററി ടെർമിനൽ ലൂസാക്കിയിട്ട് എന്തുകൊണ്ടാണെന്ന് വേണ്ടി നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ലൂസ് ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇൻ കേസ് അതല്ലെന്നുണ്ടെങ്കിൽ ബാറ്ററി ഡൗൺ ആയതിൻ്റെ ചാൻസസും വരാം. അതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനത്തിൻ്റെ താക്കോല് തിരിച്ച് കീ ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, അതായത് ഇഗ്നിഷൻ ഓൺ ചെയ്ത് കഴിയുമ്പോൾ വാഹനത്തിൻ്റെ മീറ്ററിനകത്ത് നമ്മുടെ കീ ഒന്ന് ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ മീറ്ററിലെ ലൈറ്റ്സ് എല്ലാം ഇങ്ങനെ കാണിക്കും. ഈ ലൈറ്റ് എല്ലാം കാണിച്ചതിന് ശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ഈ ലൈറ്റുകളെല്ലാം മങ്ങുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും മങ്ങിയില്ല, കാരണം ബാറ്ററിയുടെ കണ്ടീഷൻ അടിപൊളിയാണ്, അതുകൊണ്ടാണ് മങ്ങാത്തത്. പക്ഷേ എങ്ങാനും ഈ ലൈറ്റ്സ് മങ്ങിപ്പോകുന്നുണ്ട്, അതായത് ബ്ലിങ്ക് ചെയ്യുന്ന പോലെ മങ്ങിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം വാഹനത്തിൻ്റെ ബാറ്ററി ഡൗൺ ആണെന്നുള്ളത്. പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തിരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു അനക്കവും ഇല്ല, പിന്നെയും അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സംശയിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മുടെ വാഹനത്തിൻ്റെ സ്റ്റാർട്ടർ മോട്ടറിന് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു അനക്കവും ഉണ്ടാകത്ത്. ചിലപ്പോൾ ഒരു ടിക്കുന്നൊരു ഒച്ച മാത്രം ചിലപ്പം കേൾക്കത്തുള്ളൂ. പക്ഷേ ഈ ടിക്കുന്നൊരു ഒച്ച കേൾക്കാനുള്ള ബാറ്ററിയുടെ പ്രശ്നം കൊണ്ടും വരാം. കാരണം സ്റ്റാർട്ടർ മോട്ടറിൻ്റെ സോളിനോയിഡ് പിടിക്കുന്നൊരു സൗണ്ടാണ് കേൾക്കുന്നത്. ബാറ്ററി ചാർജ് ഇല്ലാതെ വരുമ്പോൾ ഇത് പിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ബെൻഡെക്സ് പിടിക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ടാണ് അങ്ങനെ ഒച്ച കേൾക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തിരിച്ച് നോക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഇതിനകത്ത് ലൈറ്റൊക്കെ മങ്ങിപ്പോവുകയാണെങ്കിൽ ബാറ്ററി തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാം. സ്റ്റാർട്ടർ മോട്ടറിന് ഇഷ്യൂ ഉണ്ടെങ്കിലും വരാം. ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വാഹനം സ്റ്റാർട്ട് ആകുന്നുണ്ടെങ്കിൽ, അതായത് എഞ്ചിൻ കറങ്ങുന്നുണ്ട് പക്ഷേ വാഹനം സ്റ്റാർട്ട് ആകുന്നില്ല, ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് ആണ് നിങ്ങൾക്ക്. ഇപ്പം ഈ പറഞ്ഞ രണ്ട് കാര്യത്തിൽ ബാറ്ററിയുടെ പ്രശ്നമാണോ ഇല്ലയെന്ന് കൺഫേം ആക്കാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ പോലെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുക. അതുകൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഹെഡ്ലൈറ്റ് ബാറ്ററിയുടെ പ്രശ്നമാണോ ഇല്ലയെന്ന് നിങ്ങൾക്ക് കൺഫേം ആവണമെങ്കിൽ ഹെഡ്ലൈറ്റ് ഓൺ ആക്കുക. അത് ജസ്റ്റ് വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കുക. നമുക്കിപ്പോൾ കാണാം ഹെഡ്ലൈറ്റ് കത്തി നിൽക്കുന്നത്. ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയതിന് ശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഹെഡ്ലൈറ്റും മങ്ങി, ഈ പറയുന്നുള്ള മീറ്ററിനകത്തും മങ്ങുകയാണെങ്കിൽ നമ്മുടെ ബാറ്ററി കംപ്ലയിൻ്റ് ആണ്, ബാറ്ററി പ്രശ്നമാണ്. അല്ലെങ്കിൽ വേറെ മങ്ങലോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടർ മോട്ടറിൻ്റെ പ്രശ്നമാണ്. സ്റ്റാർട്ടർ പണിയുന്ന ആരെങ്കിലും വിളിച്ചൊന്ന് ചെയ്യുക, അല്ലെങ്കിൽ നേരെ ഷോറൂമിൽ വിളിച്ച് പറയുക, അവർ ഈ വാഹനം ടോ ചെയ്ത് കൊണ്ടുപോയി ചെയ്യുന്നതായിരിക്കും. ഇനി അതല്ല, നമ്മുടെ വാഹനം ക്രാങ്ക് ആവുന്നുണ്ട്, അതായത് എഞ്ചിൻ കറങ്ങുന്നുണ്ട്, സ്റ്റാർട്ട് ആകാൻ വേണ്ടിയിട്ടുള്ള രീതി ഒന്നും നമുക്ക് കാണിക്കുന്നില്ല, അതോ ഒരുപാട് തവണ എഞ്ചിൻ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നു പക്ഷേ വാഹനം സ്റ്റാർട്ട് ആവുന്നില്ല, ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്കിൽ ഫ്യൂവൽ ഉണ്ടോ എന്ന് നോക്കുക. അതായത് ആദ്യം തന്നെ നമ്മുടെ മീറ്ററിൽ ഫ്യൂവൽ എന്തേലും കാണിക്കുന്നുണ്ടോ നോക്കുക. ഇപ്പോൾ ഏതായാലും 3 കട്ടയുണ്ട്. അപ്പം ഒരു കട്ടയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കാതെ ധൈര്യമായിട്ട് പറയാം നമ്മുടെ വാഹനം സ്റ്റാർട്ടാകും. ഒരു കട്ടയെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പിച്ച് പറയാം. ബ്ലിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ആകത്തില്ലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ എപ്പോൾ തൊട്ട് ബ്ലിങ്ക് ചെയ്യുന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞത്. നമ്മുടെ വാഹനം ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു കട്ട ഫ്യൂവലെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പറയാം വാഹനം സ്റ്റാർട്ടാകും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്യൂവലിൻ്റെ കുറവ് കൊണ്ട്, അല്ലെങ്കിൽ പിന്നെ വരാൻ സാധ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രിക്കലായിട്ടുള്ള സിഗ്നൽസ് എന്തെങ്കിലും കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ വാഹനം കറണ്ട് കൊടുക്കാൻ വേണ്ടി, പെട്രോൾ വാഹനമാണെങ്കിൽ ഫ്യൂവൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്യൂവലിനുള്ള കറണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ലൈൻസിൽ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ സ്പാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇഗ്നൈറ്ററിലോട്ടുള്ള ലൈൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും വരാം. പിന്നെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്നൊരു എൻജിൻ വാർണിംഗ് ലൈറ്റാണ്, അല്ലെങ്കിൽ MIL ലൈറ്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഈ ലൈറ്റ് കാണിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ വാഹനത്തിൻ്റെ ഇഗ്നീഷൻ ഫ്യൂസ് പോയതാണെന്നുള്ളത്. അതായത് ഇഗ്നീഷൻ ഫ്യൂസ് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹുഡിനകത്ത് തുറക്കുക. ഫ്യൂസ് കേസിൻ്റെയൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് കൂടെ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അതിനകത്ത് ഇഗ്നീഷൻ്റെ ഫ്യൂസ് നോക്കുക. ഇഗ്നീഷൻ്റെ ഫ്യൂസ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്തൊരു കാര്യം കൂടി ഞാൻ പറയും. ഈ കീയുടെ ലൈറ്റ് നിങ്ങൾ കണ്ടല്ലോ, ഈ കീയുടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും രീതിക്ക്
മിന്നിക്കൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാഹനം സ്റ്റാർട്ട് ആകത്തില്ല. നമ്മുടെ താക്കോലിൻ്റെ പ്രശ്നം കൊണ്ടാണ് സാധാരണ അങ്ങനെ കാണിക്കുന്നത്. അങ്ങനെ ഒരു പ്രോബ്ലം കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇരിക്കുന്ന ഒരു സ്പെയർ കീ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനം സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെറും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രം ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഈ കാര്യങ്ങൾ നോക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഉടനെ ഷോറൂമിൽ വിളിക്കുക, അവരോട് വന്ന് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് വാഹനം റെഡിയാക്കാൻ പറയുക, അല്ലെങ്കിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ടോ ചെയ്ത് വാഹനം കൊണ്ടുപോകേണ്ടി വരും.